ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോസ്റ്റ് ഓഫീസ് ബിൽ 2023 പാർലമെന്റ് പാസാക്കി. ഇരുസഭകളിലുമായി അച്ചടക്കം ലംഘിച്ച പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ. പ്രതിഷേധങ്ങൾക്കിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർത്തിക്കാട്ടി അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ശ്രമമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗവ്യാപനം തടയാൻ മുന്നൊരുക്കങ്ങൾ പൂർണ്ണമെന്നും മന്ത്രി. വയനാട്ടിൽ കർഷകനെ കൊന്ന കടുവ വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. നവകേരള സദസ് കൊല്ലം ജില്ലയിൽ. തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം. മുല്ലപ്പെരിയാറിൽ നാളെ ഷട്ടറുകൾ തുറക്കും. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യയ്ക്ക് സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പയാത്രയിലൂടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നൽകുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 20,000 കോടി രൂപയുടെ 37 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അച്ചടക്ക ലംഘനം നടത്തിയതിന് ലോക്സഭയിലെ 30 പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങളെയും രാജ്യസഭയിലെ 34 അംഗങ്ങളെയും ശീതകാല സമ്മേളനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇവരെ കൂടാതെ 3 ലോക്സഭാ എംപിമാരെയും 11 രാജ്യസഭാ എംപിമാരെയും പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ട് വരും വരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലോക്സഭാ അംഗങ്ങളായ അധീർ രഞ്ജൻ ചൌധരി, ഗൌരവ് ഗൊഗോയ്, ടി.ആർ. ബാലു, എ. രാജ, കൌശല്യേന്ദ്രകുമാർ എന്നിവരും രാജ്യസഭാ എംപിമാരായ ജയറാം രമേശ്, രൺദീപ് സിംഗ് സുർജേവാല, പ്രമോദ് തിവാരി, മനോജ് ഝാ തുടങ്ങിയവരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ സുരക്ഷാ ലംഘനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ എംപിമാരുടെ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളനത്തിനിടയിൽ ഇന്ന് സ്തംഭിച്ചിരുന്നു. പോസ്റ്റ് ഓഫീസ് ബിൽ 2023 പാർലമെന്റ് പാസാക്കി. 1898 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമത്തിന് ബദലായാണ് ബിൽ പ്രവർത്തിക്കുക. ബിൽ പ്രകാരം തപാൽ സേവനങ്ങളുടെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽ ഇന്ത്യ പോസ്റ്റിന്റെ തലവനായിരിക്കും. സേവനങ്ങളുടെ നിരക്കുകളും തപാൽ സ്റ്റാമ്പുകളുടെ വിതരണവും ഉൾപ്പെടെ വിവിധ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഡയറക്ടർ ജനറലിനെ അധികാരപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യയന വിഭാഗ തസ്തികകളിൽ പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകുന്നതിനായി 2022 പ്രത്യേക റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. എല്ലാ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2022 മുതൽ 2023 വരെ മിഷൻ മോഡിൽ 19,190 ഒഴിവുകൾ നികത്തിയതായും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു. ടെലി കമ്മ്യൂണിക്കേഷൻ ബിൽ 2023 കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ടെലി കമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും വികസനം, വിപുലീകരണം, പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്യാനും ഏകീകരിക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. പ്രതിഷേധങ്ങൾക്കിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ സനാതന ധർമ്മപീഠം ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് നടത്തിയ ശ്രീനാരായണ ഗുരു സെമിനാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷനാകേണ്ടിയിരുന്ന വൈസ് ചാൻസലർ എം. കെ. ജയരാജ് ചടങ്ങിൽ പങ്കെടുത്തില്ല. വിസിയുടെ അഭാവത്തിൽ സ്വാമി ചിദാനന്ദപുരിയാണ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചത്. പ്രതിഷേധം സംഘടിപ്പിച്ച എസ്എഫ്ഐ പ്രവർത്തകരെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് സമീപം പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത സെമിനാർ വേദിയിലേക്ക് എസ്എഫ്ഐയും എഐഎസ്എഫും സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ്. നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുമെന്ന് എഐഎസ്എഫ് അറിയിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ടെ പ്രസിദ്ധമായ മിഠായി തെരുവ് സന്ദർശിച്ചു. ഉച്ചയോടെയായിരുന്നു സന്ദർശനം. പൊതുജനങ്ങളുമായും കുട്ടികളുമായും സംസാരിച്ചതിന് ശേഷം കോഴിക്കോടൻ ഹൽവയുടെ മാധുര്യവും നുകർന്നാണ് ഗവർണർ മടങ്ങിയത്. കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട് അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കോവിഡ് കേസുകളിൽ വർധന കണ്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആശുപത്രികളിലുള്ള ഐസൊലേഷൻ വാർഡുകൾ, റൂമുകൾ, ഓക്സിജൻ കിടക്കകൾ, ഐസിയു കിടക്കകൾ, വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതായും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ സംവിധാനങ്ങളുടെ മികവുകൊണ്ടും ജാഗ്രത കൊണ്ടുമാണ് കോവിഡിന്റെ പുതിയ വകഭേദം അതിവേഗം കണ്ടെത്തിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വയനാട് ജില്ലയിലെ വാകേരി, കല്ലൂർക്കുന്ന് പ്രദേശങ്ങളിൽ ഭീതി പരത്തിയ നരഭോജി കടുവ വനം വകുപ്പിന്റെ കൂട്ടിലായി. കഴിഞ്ഞ 9-ന് മൂടക്കൊല്ലി കൂടല്ലൂരിൽ യുവ കർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ തോട്ടത്തിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് കടുവ കുടുങ്ങിയത്. ഉത്തരമേഖല സിസിഎഫ് KS ദീപയുടെ മേൽനോട്ടത്തിൽ വനസേന 10 ദിവസമായി നടത്തിയ ദൌത്യമാണ് ലക്ഷ്യത്തിൽ എത്തിയത്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്.
കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വിതുര, അരുവിക്കര ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. കൊല്ലം ജില്ലയിൽ നെടുവത്തൂരിലായിരുന്നു യാത്ര. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭ, കോട്ടയം ജില്ലയിലെ ചിറക്കടവ്, മണിമല പഞ്ചായത്തുകൾ, തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി ബ്ലോക്കിൽപ്പെട്ട യളവള്ളി ഗ്രാമപഞ്ചായത്ത്, ആലപ്പുഴ ചേർത്തല വയലാർ ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ലയിലെ അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് ഇന്ന് സ്വീകരണം നൽകി. മുദ്ര യോജന, ഉജ്ജ്വൽ യോജന, ആയുഷ്മാൻ ഭാരത്, വിശ്വകർമ്മ യോജന തുടങ്ങിയ പദ്ധതികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ അംഗങ്ങളാക്കുകയും ചെയ്തു. ഉജ്ജ്വൽ പദ്ധതിക്ക് കീഴിൽ അംഗങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു. കേന്ദ്ര പദ്ധതികളിൽ അംഗങ്ങളായവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പത്തനംതിട്ട ജില്ലയിലെ പര്യടനം 25 ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നുവരുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര പത്തനംതിട്ട ജില്ലയിൽ 25 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി യാത്ര തുടരുകയാണ്. യാത്ര തുടങ്ങി 13 ദിനം പിന്നിട്ട് ഇന്ന് കവിയൂർ, കുന്നന്താനം ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയെത്തി. കല്ലൂപ്പാറ, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിൽ നാളെ പരിപാടി നടക്കും. ഒരു ദിനം 2 ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടന വാഹനം എത്തുക. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR കൃഷിവിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 54 ഗ്രാമപഞ്ചായത്തുകളിലും പര്യടനം പൂർത്തിയാക്കി. 2024 ജനുവരി 5 ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം അവസാനിപ്പിക്കും. തുടർന്ന് നഗരസഭകളിലും യാത്രയെത്തും. യൂത്ത് കോൺഗ്രസുകാരെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലിക്കറ്റ് സർവകലാശാലയിലെ സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഗവർണറുടെ നടപടികൾ രാഷ്ട്രപതിയെ അറിയിക്കാനായി കത്തയക്കുന്നത് ആലോചനയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. രാവിലെ 11 മണിക്ക് പത്തനാപുരം മണ്ഡലത്തിന്റെ സദസ്സ് പത്തനാപുരം NSS ഗ്രൌണ്ടിലും, പുനലൂർ മണ്ഡലത്തിന്റെ സദസ്സ് ഉച്ചയ്ക്ക് 3 മണിക്ക് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും, വൈകുന്നേരം 4:30 കൊട്ടാരക്കര മണ്ഡലത്തിന്റെ സദസ്സ് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലും ചേർന്നു. തിരുവനന്തപുരം മണ്ഡലം നവകേരള സദസ്സിന് മുന്നോടിയായി നവകേരളത്തിലെ സ്ത്രീ മുന്നേറ്റവും ലിംഗസമത്വവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. നാളെ ഉച്ചയ്ക്ക് ചാല ബോയ്സ് ഹൈസ്കൂളിൽ നടക്കുന്ന പരിപാടി ശ്രീമതി TN സീമ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ തുടർച്ചയായി പെയ്യുന്ന മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട്ടിൽ വിരുദുനഗർ, മധുര, തൂത്തുക്കുടി, ഡിണ്ടിഗൽ, തേനി ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തൂത്തുക്കുടി ജില്ലയിൽ 84 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 7000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. രാവിലെ 10 മണി മുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കും. ജലനിരപ്പ് 137.50 അടിയിൽ എത്തിയ സാഹചര്യത്തിലാണ് ഡാമിലെ ഷട്ടറുകൾ തുറക്കുന്നതെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള നോളജ് എക്കോണമി മിഷന്റെ തൊഴിൽ രംഗത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പൽ ചെയർമാൻമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. 41 മുനിസിപ്പൽ ചെയർമാൻമാർ പങ്കെടുക്കും. പദ്ധതിയുടെ 2024 മാർച്ച് വരെയുള്ള പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്യും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം പ്രിയ അജയൻ രാജിവച്ചു. സ്ഥാനം രാജിവയ്ക്കാൻ പാർട്ടി അനുമതി നൽകിയതായി BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പോസ്റ്റ് ഓഫീസ് ബിൽ 2023 പാർലമെന്റ് പാസാക്കി. ഇരുസഭകളിലുമായി അച്ചടക്കം ലംഘിച്ച പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ. പ്രതിഷേധങ്ങൾക്കിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർത്തിക്കാട്ടി അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ശ്രമമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗവ്യാപനം തടയാൻ മുന്നൊരുക്കങ്ങൾ പൂർണ്ണമെന്നും മന്ത്രി. വയനാട്ടിൽ കർഷകനെ കൊന്ന കടുവ വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുവാനുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. നവകേരള സദസ് കൊല്ലം ജില്ലയിൽ. തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം. മുല്ലപ്പെരിയാറിൽ നാളെ ഷട്ടറുകൾ തുറക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.